ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSCയുടെ എല്ലാ ചോദ്യങ്ങളും ഈ ചാനലിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. 2020 LDC അല്ലെങ്കിൽ ഇനി നടത്താൻ പോകുന്ന PSC എക്സാമുകൾക്ക് വേണ്ടി PSCയുടെ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് 10ാം ക്ലാസ്, 9ാം ക്ലാസ്, 8ാം ക്ലാസ് എന്നീ പാഠഭാഗങ്ങൾ അതേപോലെ ചോദ്യരൂപത്തിലാക്കി വരാറുണ്ട്. അപ്പോൾ നമ്മൾ മുൻകാല ചോദ്യ പേപ്പറും ഇത്രയും ടെക്സ്റ്റ് ബുക്കുകളും എല്ലാ സബ്ജക്റ്റും ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മികച്ച റാങ്ക് ഉറപ്പാണ്. കാരണം 2017 LDC ചില ജില്ലകളിൽ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കോപ്പി പേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ VU 2-3 ജില്ലകളിൽ കുറേ അധികം ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്നായിരുന്നു. അപ്പോൾ ഇനിയും VU ആണ് അവസാനമായി നടത്തിയ ഒരു വലിയ എക്സാം. ഇനി അതേ പാറ്റേൺ അനുസരിച്ചായിരിക്കും LDCയും വരിക എന്നത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. അധ്യായം 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മെയിനായിട്ടും 5 രാജ്യത്ത് നടന്ന വിപ്ലവങ്ങളെക്കുറിച്ചാണ് ആദ്യ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം PSC ആവർത്തിച്ചിട്ടുള്ളത് തന്നെയാണ്. തുടങ്ങുന്നത് തന്നെ കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിത. അതും PSCയുടെ ചോദ്യമാണ്. ഒരു ഉദ്ബോധനം എന്ന കവിത രചിച്ചു കുമാരനാശാൻ. ആ ഉദ്ബോധനം എന്ന കവിതയിലെ പ്രശസ്തമായ വരികളാണ്: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ ഏത് കവിത അല്ലെങ്കിൽ ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, കുമാരനാശാൻ, കവിത, ഒരു ഉദ്ബോധനം. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏറ്റവും പ്രധാനം ഓർത്തിരിക്കാം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഈ ആപ്തവാക്യം അല്ലെങ്കിൽ മുദ്രാവാക്യം എഴുതി ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പിന്നെയുള്ളത് റെഡ് ഇന്ത്യൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു ക്രിസ്റ്റഫർ കൊളംബസ്. റെഡ് ഇന്ത്യൻസ് എന്ന പദം ആദ്യം ഉപയോഗിച്ചു ക്രിസ്റ്റഫർ കൊളംബസ്. പിന്നെയുള്ളത് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ചോദ്യം ഇങ്ങനെ വരും, അതായത് ഈ നിയമം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ പോയി അവരുടെ സാമ്രാജ്യത്വത്തിൽ കൈയിട്ട്, അതായത് അവരുടെ ഭൂപ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. എന്നിട്ട് അവിടെ ചില നിയമങ്ങൾ കൊണ്ടുവന്നു, അവിടുത്തെ കമ്പോളങ്ങളിൽ ചില നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങളെല്ലാം മെർക്കന്റിലിസ്റ്റ് നിയമം എന്നാ പറയുന്നത്. അപ്പോൾ ചോദ്യം വരും, ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ ഏർപ്പെടുത്തിയ നിയമം താഴെ പറയുന്നവൽ ഏതെന്ന് ഓപ്ഷനിൽ വരാം. അതിൽ മെർക്കന്റിലിസ്റ്റ് വന്നാൽ അതാണ് ആൻസർ. പിന്നെയുള്ളത് ബോസ്റ്റൺ ടീ പാർട്ടി. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം. വർഷം പ്രധാനം 1773 ഡിസംബർ 16. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. അപ്പോൾ ടി എന്ന് എഴുതുമ്പോൾ അതിൽ 3 ലെറ്ററേ ഉള്ളൂ. അപ്പോൾ അതാണ് 1773. അവസാനം 3 ഓർക്കുക. ഇനി ഡിസംബർ 16, 6 കൂട്ടുമ്പോൾ 7. അപ്പോൾ ഈ സീരീസിൽ വരുന്നു എന്നും ഓർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി വേറെ ഒന്നുമില്ല, അമേരിക്കയിലെ തേയിലയ്ക്ക് ബ്രിട്ടീഷുകാർ നികുതി കൂട്ടി. അപ്പോൾ ഇതിനെതിരെ ബ്രിട്ടീഷുകാർ ബോസ്റ്റൺ എന്ന തുറമുഖത്ത് വന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികളെടുത്ത് കടലിലെറിഞ്ഞു. അപ്പോൾ ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അടുത്ത് നമ്മൾ നോക്കുന്നു, കഴിഞ്ഞ VUയിൽ ആവർത്തിച്ചത് ജോൺ ലോക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന.
അല്ലെങ്കിൽ താഴെ പറഞ്ഞ പ്രസ്താവന പറഞ്ഞത് ആര് എന്നാണ് ചോദ്യം. ജോൺ ലോക്ക് പറഞ്ഞു, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ആര് പറഞ്ഞു? ജോൺ ലോക്ക്. അപ്പോൾ ഇതിങ്ങനെ ഓർത്തിരിക്കും, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ആർക്കും ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കുക. ജോൺ ലോക്ക്. രണ്ടാമത്, തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞു തോമസ് പെയിൻ. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യം വന്ന് അതിക്രമിച്ച് കടന്നാൽ നമുക്കൊരു പെയിനാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ ആ പെയിനെ ഒന്ന് ഓർത്ത് തോമസ് പെയിൻ എന്ന ആൻസർ ചെയ്യുക. അടുത്ത് നമ്മൾ നോക്കുന്നു, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം എന്നാണ് 1774 എവിടെയാണ് സമ്മേളിച്ചത്? ജോർജി. സമ്മേളനം നടന്നത് ഫിലാഡൽഫിയയാണ്. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം എന്നായിരുന്നു 1774 ഫിലാഡൽഫിയയാണ്. അപ്പോൾ 1773 ബോസ്റ്റൺ ടീ പാർട്ടി. തൊട്ടടുത്ത വർഷം ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം. ഇതിൽ വിട്ടുനിന്ന പ്രധാന രാജ്യം ജോർജിയ എന്നും ഓർക്കുക. ഇനി രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നു 1775 ഫിലാഡൽഫിയ. രണ്ട് സമ്മേളനം ഒരേ സ്ഥലം തന്നെ. ഇനി കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കി തോമസ് പെയിൻ. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു 1776 ജൂലൈ 4. മലയാളത്തിൽ ജൂലൈ 4 എന്ന സിനിമയൊക്കെ ഉണ്ട്. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം എന്ന് ഓർത്തിരിക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. പിന്നെയുള്ളത് പാരീസ് ഉടമ്പടി. അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കയും ബ്രിട്ടീഷുകാരും. അമേരിക്ക ഇംഗ്ലണ്ട് തമ്മിലുള്ള കരാറാണ് ഈ പാരീസ് ഉടമ്പടി. വർഷം 1783 പാരീസ് ഉടമ്പടി. അങ്ങനെ അമേരിക്ക സ്വതന്ത്രമായി. അങ്ങനെ ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ജോർജ് വാഷിങ്ടൺ. ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി 4 വർഷം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇത്രയുമാണ് പ്രധാന പോയിന്റുകൾ. ഇതിൽ ആ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം PSC ചോദിച്ചവ ആണ്. അടുത്ത് നോക്കുന്നു ഫ്രഞ്ച് വിപ്ലവം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചു ലൂയി 14. ഞാനാണ് രാഷ്ട്രം ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു ലൂയി 15. അപ്പോൾ ഞാനാണ് രാഷ്ട്രം ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞു മേരി ആൻറ്റോയിനറ്റ്. ഇനി വേഴ്സായ് ഉടമ്പടി, വേഴ്സായ് കൊട്ടാരം. അപ്പോൾ വേഴ്സായ് ഉടമ്പടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കേണ്ടത് ഫ്രഞ്ച് സമൂഹം. അതിൽ മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്. അപ്പോൾ PSC നമുക്കല്ലാതെ ബേസിക് വെളിയിൽ നിന്ന് പറയുവാണെങ്കിൽ 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? പത്രപ്രവർത്തകരാണ് ഈ 4th എസ്റ്റേറ്റ്, മീഡിയ 4th എസ്റ്റേറ്റിൽ വരുന്നത്. നമുക്കിവിടെ മുൻപ് ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നു പുരോഹിതന്മാർ. അപ്പോൾ ഇത് രണ്ടും തെറ്റിപ്പോകും. നമ്മൾ പ്രഭുക്കന്മാർ ഓപ്ഷനിൽ കണ്ടാൽ പ്രഭുക്കന്മാർ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുമെന്ന് ആൻസർ ചെയ്യും. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നു പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ബാക്കിയുള്ള ആൾക്കാർ. പിന്നെയുള്ളത് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഈ 3 വ്യക്തികളും
ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, താഴെ തന്നിരിക്കുന്ന വ്യക്തികൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്ന് 3 പേർ തരുവാണെങ്കിൽ തെറ്റിപ്പോകരുത്. ഇവർ 3 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഈ റൂസോയുടെ ഈ പ്രസ്താവന അതേപോലെ ചോദിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രഖ്യാപിച്ചു റൂസോ. പിന്നെ നോക്കേണ്ടത് സ്റ്റേറ്റ്സ് ജനറൽ എവിടുത്തെ അസംബ്ലിയാണ്? ഫ്രാൻസ്. പിന്നെ നമുക്ക് നോക്കാം, 1789 ജൂലൈ 14. അതിൻ്റെ പ്രത്യേകത ബാസ്റ്റൺ ജയിൽ തകർച്ച അല്ലെങ്കിൽ ബാസ്റ്റിൽ ജയിൽ തകർച്ച ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും അതും ഫ്രഞ്ച് വിപ്ലവം. റഷ്യൻ വിപ്ലവം അതൊക്കെ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ തകർച്ച ഏതിലാണ്? നമ്മൾ രണ്ടാമത് പഠിച്ച ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ B4 സെക്കൻഡ് ലെറ്ററാണ്. നമ്മൾ രണ്ടാമത് പഠിച്ചു ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം അത് അതിന് തുടക്കം കുറിച്ചതെന്നാണ് 1789. ഒരു ഫാൻസി നമ്പറാണ് 1789 എന്ന് പഠിക്കുക. പിന്നെ നമുക്ക് നോക്കാം, PSCയുടെ ഒരു മെയിൻ ചോദ്യം ഇവിടെയുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടുപിടിപ്പിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര് എന്നൊരു ചോദ്യമുണ്ട്. ടിപ്പു സുൽത്താൻ. അപ്പോൾ ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്നു പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പോൾ അത് PSCയുടെ ഒരു ചോദ്യമാണ്. പിന്നെയുള്ളത് മൂന്നാമത്തേത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ PSCയുടെ ഒരു ചോദ്യം, ഈ മാച്ചു പിക്ചു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്കേ അമേരിക്കയിൽ പെറുവിലാണ് മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്നത്. ഇത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്നു പെറു, തെക്കേ അമേരിക്ക. അടുത്ത് നോക്കുന്നു റഷ്യൻ വിപ്ലവം. അപ്പോൾ റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഒന്നും മാറിപ്പോകരുത്. റഷ്യൻ വിപ്ലവത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആ റഷ്യൻ വിപ്ലവം അതിനെക്കുറിച്ച് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പ്രധാന പുസ്തകമുണ്ട്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചു ജോൺ റീഡ്. അപ്പോൾ പഠിക്കുക, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചു ജോൺ റീഡ്. അപ്പോൾ ഇതിലാണ് ഈ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് കൂടുതലായി എഴുതിയിട്ടുള്ളത്. ഇതിനെ ആസ്പദമാക്കിയാണ് ഒരു സിനിമ സംവിധാനം ചെയ്തു. സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം. അപ്പോൾ ഈ കൃതിയുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയ സിനിമ. അടുത്തുള്ളത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട 4 വ്യക്തികൾ: മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ്. ഇനി നോക്കാം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. അതായത് റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധത്തിൽ കുറേ തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൻ്റെ സംഭവം ഒന്ന് ഓർമ്മയ്ക്കായിട്ടാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഈ സംഭവത്തെ അറിയപ്പെടുന്നത്.
ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷമാണ് 1914. ഇനി നോക്കാം. USSR സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായ വർഷമാണ് 1924. ഇപ്പോൾ ഇല്ല എങ്കിലും ഇപ്പോൾ പല രാജ്യങ്ങളായി വിഭജിച്ച് റഷ്യ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഓർത്തിരിക്കുക, സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നു 1924. അടുത്ത് നോക്കാം ചൈനീസ് വിപ്ലവം. ഇതിലേറ്റവും പ്രധാനം കറുപ്പ് വ്യാപാരം. കറുപ്പ് വ്യാപാരം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവമാണ് ഈ കറുപ്പ് വ്യാപാരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിലത്രയും നോക്കിയാൽ മതി. പിന്നെയുള്ളത് സൺ യാട്സൺ. അദ്ദേഹത്തിനെക്കുറിച്ചും PSC ചോദിച്ചിട്ടുണ്ട്. കുമിങ്താങ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സൺ യാട്സൺ. അതാണ് PSCയുടെ പ്രധാന ചോദ്യം. കുമിങ്താങ് പാർട്ടി രൂപീകരിച്ചു സൺ യാട്സൺ. ഇനിയുള്ളത് ബോക്സർ കലാപം. അതും പ്രധാനം. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം തന്നെയാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് മാവോ സേതുങ്. അദ്ദേഹവും ചോദിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആയത്. ചൈന ജനകീയ റിപ്പബ്ലിക് ആ വർഷവും ഈയിടെ ചോദിച്ചു. 1949 ഒക്ടോബർ 1. ആരുടെ നേതൃത്വം? മാവോ സേതുങ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാന ലോകത്തെ ഞെട്ടിച്ച വിപ്ലവങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ. 5 വിപ്ലവം. അപ്പോൾ 5 വിപ്ലവത്തിൻ്റെ പ്രധാന ആൾക്കാരും എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഓരോ സംഭവങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ചാപ്റ്റർ 1 പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് 20-ാം നൂറ്റാണ്ട്. ലോകം 20-ാം നൂറ്റാണ്ട്. അതൊരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.